45 วินาทีนะครับഇവിടെ അടുത്ത് ഇവിടെ പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പേരക്കാറ ആവേശം കൂടി നടന്നിട്ട് വഴി തെറ്റിയോ എന്നൊരു സംശയം. ഹലോ ഗൈസ്, ഇത് നമ്മളെ സെക്കൻഡ് എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ടൈഗർ ടോപ്പിയും പിന്നെ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ആൽക്കസാർ ഷോയും പിന്നെ രാത്രി വാക്കിംഗ് സ്ട്രീറ്റാണ്. അപ്പോൾ ഓക്കെ, കമാൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണീൻ്റെ പുറത്താട്ടോ. എന്താ വ്യൂ ഉണ്ടോ? അടിപൊളി വ്യൂ. ഈ കാണുന്നതാണ് സെൻട്രൽ പട്ടായ ഷോപ്പിംഗ് മോൾ, നേരെ കാണുന്നത്. പിന്നെ ഇവിടെ വേറൊരു സ്ട്രീറ്റ് ഉണ്ട്, ഇവിടെയൊക്കെ ഫുഡാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ബിൽഡിങ്ങും കാര്യങ്ങളും. ഇത് വേറൊരു ഫ്ലാറ്റാണ്. കുഴപ്പമില്ല, നല്ല വ്യൂ ആണ്. ഇവിടുന്ന് നേരെ താഴെ ഉള്ള വ്യൂ ആണ്. അതാ കാണുന്നത് കേട്ടോ, സ്വിമ്മിംഗ് പൂള്. ആ നീല കളറിൽ കാണുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അവിടുന്ന് കണ്ട ബസ് കേട്ടോ. അത് കാണുന്ന യെസ് ആ മറ്റേ 3 നില ഉണ്ടെന്ന് പറഞ്ഞില്ലേ നേരത്തെ, ആ ഒരു ബസ്സാണ് തോന്നുന്നത്. കൊള്ളാം കേട്ടോ വണ്ടി, കാണാൻ നല്ല രസമുണ്ട്. ഇനി ഓക്കെ, ഇവിടെ നടന്ന് ഇവിടെ തൊട്ടടുത്ത് കുറച്ച് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇവിടെ നേരെ നമ്മുടെ ഹോട്ടലിൻ്റെ പുറത്ത് 2-3 സ്ട്രീറ്റ് ഉണ്ട്. പിന്നെ ബീച്ചും ഇവിടുത്തെ 5 മിനിറ്റ് വാക്കിംഗ് ഉള്ളൂ. നമ്മൾ ആദ്യം ഒന്ന് ബീച്ചിൽ പോയിട്ട് വരാം, എന്നിട്ട് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി. ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ല ഉറക്കമായിരുന്നു. ഒരു 2:30 വന്ന് കിടന്നുറങ്ങിയിട്ട് ഒരു 5 മണിക്ക് എണീറ്റ്. അത്ര ക്ഷീണമായിരുന്നു കേട്ടോ. കിടന്നപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. നമ്മളെ നേരെ ഫ്രണ്ടിലേ ഒരു ബീച്ച്, നമ്മുടെ പട്ടായ ബീച്ച് തന്നെയാണ്. അപ്പം ഇവിടുന്ന് നേരെ ഒരു 5 മിനിറ്റ് വാക്ക് ഉണ്ടാവുള്ളൂ പട്ടായ ബീച്ചിലേക്ക്. അപ്പോൾ നമ്മൾ റെഡിയായി. ഇനിയിപ്പോൾ അങ്ങനെ ഒന്ന് ഒരു നടന്ന് നോക്കട്ടെ. ബീച്ച് എന്താ അവസ്ഥ എന്നറിയില്ല. വൈകുന്നേരം ഇപ്പം വെയിൽ ലേശം കുറവുണ്ട്, ചൂടും കുറവുണ്ട്. അപ്പോൾ ഇപ്പം ഒരു പെർഫെക്റ്റ് ബീച്ച് ടൈമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരുപാട് ഫുഡ് സ്ട്രീറ്റും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ, ആൽക്കസാർ ഷോൻ്റെ മുന്നേ നമുക്കൊരു സമയം ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ നമ്മളെ മോളുടെ സൈഡിലോട്ടൊരു വഴിയുണ്ട്. നേരത്തെ ഞാൻ കാണിച്ചതില്ലേ സെൻട്രൽ മോള്, അതിൻ്റെ സൈഡിലൂടെ നേരെ നടന്നു കഴിഞ്ഞാൽ ബീച്ച് എത്തും. ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. 1/2 കിലോമീറ്ററും ഇല്ല. ആ കാണുന്ന എന്താണ് ബീച്ച്. ജസ്റ്റ് ഈ മോളുടെ ഒരു ലെങ്ത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് നടക്കാൻ, ക്രോസ് ചെയ്തിട്ട്. ബീച്ചിലൊന്ന് ചെന്നിട്ട് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ നല്ലൊരു സമയമായിരിക്കും, കാരണം ചൂടുമില്ല. അതെ, പിന്നെ സൺസെറ്റ് ആവുന്നൊരു സമയവും. പിന്നെ ആളുകളും ഒരുപാടുണ്ടെന്ന് തോന്നുന്നു, വീക്കെൻഡ് ആയതുകൊണ്ട്. എന്തായാലും ഒന്ന് പോവാം. ഗൈസ്, പട്ടായ ബീച്ചിലെത്തിയപ്പം നടന്ന് കുറച്ച് പേരെ നടക്കാനുണ്ടാവില്ല. ഒരു 5 മിനിറ്റിൻ്റെ താഴെ നടന്നിട്ടേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഞാൻ പഠിച്ചതെന്നറിയാം, പട്ടായ നമ്മൾ പറയില്ല, പത്തയ്യ അങ്ങനെ വേണം പറയാൻ. അതാണ് ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ എന്നാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ ബീച്ചിൻ്റെ ഒരു പുറം ഭാഗം. നമുക്കൊന്ന് അപ്പുറം പോയി നോക്കാം. വാ. ഇവിടെ നമ്മുടെ സ്കേറ്റ് ബോർഡിൻ്റെ ഒരു പരിപാടി ഇറക്കുന്നുണ്ടോ, നമ്മളൊന്ന് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്.45 วินาทีนะครับขอเสียงตบมือกับน้องอ้ำด้วยครับลำดับต่อไปครับ പരിപാടി കൊള്ളാട്ടോ.
കാണുമ്പോൾ അതേ നോക്കി ഇങ്ങനെ നിൽക്കാം.โอเคครับพ้นไปครับสำหรับพี่เจมส์นะครับต่อไปครับพี่ต้นนะครับเตรียมตัวแปลนบายนะครับพี่ต้นรอ അപ്പോൾ നമ്മൾ ബീച്ചിലെത്തി. ഇതാണ് ബീച്ച്, കാണിച്ചു തരാം കേട്ടോ. ഏകദേശം സൺസെറ്റ് ആവാനായിട്ടുണ്ട്. ഏകദേശം നമ്മളെ സൂര്യൻ താഴ്ന്നു തുടങ്ങി. ഇത് അടിപൊളി ബീച്ചാണ് കേട്ടോ. ഇവിടെ ജെറ്റ് സ്കീ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ടോ ഇവിടുന്ന് ആ ഒരു സൈഡ് കാണുന്നത് ഫുള്ള് നല്ല വലിയ വലിയ ബിൽഡിങ്ങുകളാണ് കേട്ടോ. നല്ല അടിപൊളി ബിൽഡിങ്ങുകളാണ്. ഈ സൈഡ് അതേപോലെ തന്നെ അവിടെയാണ്. ഇതിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ആ സൈഡിലാണ് നമ്മളെ പട്ടായ സിറ്റി എന്ന് എഴുതിയിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മളെല്ലാ ഫോട്ടോസിലൊക്കെ കാണുന്നത്. ആ സാധനം അവിടെയാണ്. പിന്നെ ഇതേപോലെ അവിടെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. നോർമൽ ഒരു നമ്മളെ സാധാരണ ബീച്ച് പോലെ തന്നെ. അധികം ഭയങ്കര ആക്ടിവിറ്റീസ് എന്ന് പറയാൻ ആകെ ഇതൊക്കെ തന്നെയുള്ളൂ. പിന്നെ നമ്മളെ ഫിഷിംഗ് ബോട്ടും അതുപോലെ തന്നെ ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ സൈഡിലങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുത്തം കവന്ന് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരുത്തം ഇവിടെ പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞി പട്ടട്ടോ, കാക്ക പറക്കണ പോലെ നല്ല രസമുണ്ട് കാണാൻ. എന്തേ പോണു ഞങ്ങളിങ്ങനെ നടക്കുമ്പോഴേ ഇവിടുന്ന് ഒരു കോക്കനട്ട് കേട്ടോ. ഇവിടുത്തെ കോക്കനട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞിരുന്നു എല്ലാവരും. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുക. കിട്ടിയാൽ ഒന്ന് ട്രൈ ചെയ്യാലോ. ഇത് നമ്മൾ നടന്നപ്പോഴേ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഒരു 7-Eleven കണ്ടു. അവിടെ ഒരുപാട് 7-Eleven ഉണ്ട് കേട്ടോ. ഒരു 100 മീറ്റർ 200 മീറ്റർ കൂടുമ്പോൾ തന്നെ ഓരോരോ 7-Eleven ഉണ്ട്. അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ പുറത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം എന്താ പാടുന്നുള്ള. പേരക്കാറ What is this? Olen. Huh? Sorry. Olen. Water, just water. ഇത് FB ഫോട്ടോ ആയില്ല. നമ്മളെ പേരക്ക മേടിച്ചിട്ടോ. കോക്കനട്ട് നല്ല ഒന്നും കണ്ടില്ല. കോക്കനട്ട് അവിടെ ഉണ്ടല്ലോ. കോക്കനട്ടേ കുറച്ചുകൂടി നല്ല സ്ഥലത്ത് നിന്ന് അയക്കിയത്. ഒരുപാട് കുഞ്ഞു ഇതിനകത്തുനിന്നാണ് ഈ കാണുന്നത്. ബീച്ചിന്റെ സൈഡിൽ ഇട്ടിട്ട് അവിടെ വന്ന് ഇരിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ. പേരക്ക എങ്ങനെയുണ്ട്? അടിപൊളിയാ, സൂപ്പർ പേരക്ക. ഭയങ്കര സോഫ്റ്റ് കൊള്ളാം. വലിയ പേരക്ക ഇത്ര അല്പം ഉണ്ടാവും. അതാണ് കട്ട് ചെയ്ത് തരുന്നത്. തായ്ലൻഡ് പേരാന്ന് പറയുകയാണ്. ഇത് കണ്ട ഇവിടെ മൂടി വെച്ചിരിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഇത് എപ്പോഴെങ്കിലൊക്കെ കാണുന്ന സാധനം. എന്താ വണ്ടിയില്ലേ കിടന്നു പോവാ. നമ്മളെ പേരക്ക് ഒരു രക്ഷയില്ലെന്ന് പറയാൻ വന്നാ. ഇപ്പോഴേക്കും ഉണ്ടാ മസാല മുഴുവൻ. ഇനി വേണ്ട, അത് മതി. മസാല ഇനി എന്തിനാ? കിടിലം പേരക്കട്ടോ. മസാലയും കൂടി ഇട്ടപ്പം സൂപ്പർ. ഇത് നമ്മുടെ നാട്ടിൽ കണ്ട മസാല അല്ല. ചില്ലി ഫ്ലേക്സും പഞ്ചസാരയൊക്കെ ഉണ്ട്. പക്ഷെ അടിപൊളി ടേസ്റ്റാ, ഫ്ലേവർഫുള്ളാ. വേണ്ട ഇവിടെ ആരാ വന്നിരിക്കുന്ന നോക്കിയേ. ഇത് കണ്ട ആരാ നോക്ക്. പേടിയാവന്. എന്തൊരു കുഞ്ഞി സാധനം എന്നറിയോ.
ബീച്ചാണ് വന്നിരിക്കുക. നമ്മളെ ബീച്ചിന്റെ സൈഡിലോട്ട് നടക്കാനുള്ള വഴി ഉണ്ടോ കണ്ടില്ലേ? അപ്പൊ അതിലോട്ട് നടക്കാം. ഏതാ ആ പോണ വഴിയൊക്കെ ഫുള്ള് ഷോപ്പിങ്ങിന്റെ സ്ഥലങ്ങളാട്ടോ. അപ്പൊ പേരൊക്കെ ഭയങ്കര എരിവുണ്ടല്ലേ? പക്ഷെ അടിപൊളി കേട്ടോ. എരിവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞെ ഒരു മധുരം കൂടിയുള്ള ഫ്ലേവറാ. അങ്ങനെ കൊള്ളാം, അടിപൊളി. ഇപ്പൊ കണ്ടില്ലേ ഇതിനകത്ത് കംപ്ലീറ്റ് ഷോപ്പിങ്ങിൻ്റെതും ടോയ്ലറ്റ് എഴുതിയിട്ടുണ്ട്. എന്താണാവോ? ടോയ്ലറ്റ് ആയിരിക്കും അല്ലെങ്കിൽ റൂമാണോ അറിയില്ല. അപ്പൊ അതൊക്കെ അങ്ങനെ മെല്ലെ ഫോൾഡ് ചെയ്യാൻ തുടങ്ങിട്ടോ. അതൊക്കെ ഫോൾഡ് ചെയ്യാൻ തുടങ്ങി. ഇനി രാത്രി ആയി കഴിഞ്ഞാൽ ഈ ബീച്ചിന്റെ അവസ്ഥ ഒന്നും അറിയില്ല. ഇവിടെ കുറെ സോനീസ് ഒക്കെ വാങ്ങാൻ കിട്ടും തോന്നുന്നു. ലാസ്റ്റ് കോക്കനട്ട് കടക്കാരനെ കിട്ടി ഗൈസ്. അങ്ങനെ അവൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. അടിപൊളി കേട്ടോ. പക്ഷെ നമ്മളെ നാട്ടിലൊരു ടേസ്റ്റ് അല്ല, പക്ഷെ കുഴപ്പമില്ല, നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ്. കേട്ടോ നീ കുടിച്ചോക്ക്. അടിപൊളിയല്ലേ? മൊത്തം 60 ബാത്താണ് കേട്ടോ വാങ്ങിച്ചേ. 60 ബാത്താണ് ഒരു തേങ്ങയ്ക്ക് അല്ലേ? 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടുത്തെ 180 രൂപ വരും. രാത്രി ആയപ്പോൾ 150 രൂപ വരും. 150 രൂപേൻ്റെ അടുത്ത് വരും. ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞതാ? ഓ സോറി. ഇവിടെ ഇതൊക്കെ കഴിഞ്ഞ് രാത്രിക്ക് ആകുമ്പോഴേക്കും ഫുള്ള് ലൈറ്റപ്പ് ചെയ്ത് അടിപൊളിയായിരുന്നു. സ്ട്രീറ്റ് ബീച്ചിന്റെ സൈഡിലുള്ള സ്ട്രീറ്റ് കംപ്ലീറ്റ് ആയി പല കളറിൽ ലൈറ്റ് കത്തുന്നതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മളെ സ്ട്രീറ്റ് തെണ്ടൽ ഇന്നത്തേക്കുള്ള അവസാനിച്ചു. ഇനി നമ്മളെ 7:30 പിക്ക് ചെയ്യാൻ വണ്ടി വരും നമ്മുടെ ഹോട്ടലിൽ. അപ്പോൾ നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തി അപ്പോഴേക്കും റെഡി ആവണം. ഇപ്പോൾ സമയം ഏകദേശം 7 മണി ആവാനായി. ഇനിയിപ്പോൾ നടന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് നമ്മളവിടേക്ക് ഉണ്ട്, ഹോട്ടലിലേക്ക് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ ഷോ ആണെന്നാണ് പറഞ്ഞത്. അൽക്കസാർ ഷോ ആണ് ഗൈസ്, അൽക്കസാർ ഷോ. ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോ അല്ലേ? അമ്മൂന് അറിയാം എന്താന്നുള്ളത്? അമ്മൂനറിയാം ഗൈസ്. നമ്മളെ ഹോട്ടലേ ബീച്ചിന് നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇതുപോലത്തെ ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. ഇതൊരു കാറിന് പോകാനുള്ള വഴിയുള്ളൂ. വേണ്ട, ഒരുപാട് ഷോർട്ട് കട്ടുകളുണ്ട് നമ്മൾ ബീച്ചിന്, വഴികളുണ്ട് ഇടയിൽ കൂടിയില്ല. അപ്പോൾ നമുക്ക് ഏതിലാണ് നടന്നു കഴിഞ്ഞാലും ജസ്റ്റ് നമ്മൾ നേരത്തെ ഷോപ്പിംഗ് മാളില്ലേ അതിൻ്റെ ആ ഒരു ലെങ്ത്ത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ സ്ട്രീറ്റിലെത്തും. അപ്പോൾ പിന്നെ നമുക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല പെട്ടെന്ന്. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ കുറച്ച് മുന്നേ ഇത് എങ്ങനെയാണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറൊരു വഴി കയറിയതാ. നല്ല കാറൊക്കെ വരുന്നുണ്ട്, വേണ്ട ദൂരെ നിന്നൊരു കാറ് വരുന്നുണ്ട്. ഒറ്റ കാറേ പോകുള്ളൂ കേട്ടോ. 1 വേ ആയിരിക്കും ബീച്ചിലേക്ക് മാത്രമല്ല. തിരിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടും. ആവേശം കൂടി നടന്നിട്ട് വഴി തെറ്റിയോ എന്നൊരു സംശയം. സാർ നമ്മളേ ഇവിടെ ഇതൊന്നും നമ്മളതിൻ്റെ അടുത്തുള്ള സംഭവം അല്ല. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് സൈഡിൽ കാണുന്നത്.
പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ് 7-Eleven അടുത്തത് അവിടെ ഉണ്ട്, റോഡിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്. ഒരുപാട് 7-Eleven കൊണ്ട് മുട്ടിയിറക്കാൻ പറ്റില്ല ഇവിടെ. പക്ഷെ നല്ല കാര്യം കേട്ടോ, കാരണം അത്രയും തിരക്കാണ് ഒരു സ്ഥലത്ത്, ഒരു 7-Eleven ഉണ്ടാവാം. അപ്പോൾ കുറേ എണ്ണം ഉണ്ടാകുമ്പോൾ എല്ലായിടത്തേക്കും പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ ഇപ്പൊ ഞാൻ നടക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫുള്ള് പബ്ബുകളാണ് കേട്ടോ. പാർട്ടി, ക്ലബ്ബ്, പബ്ബ്, ഈ സംഗതികൾ കംപ്ലീറ്റ് ഇവിടെ ഈ സൈഡിലാണ്. എന്തായാലും കൊള്ളാം. ഒരു നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. എന്നാലും ഇനിയിപ്പം കുറച്ചും കൂടി രാത്രിയായിട്ട് നമുക്ക് ആൽക്കസാർ ഷോ കഴിഞ്ഞിട്ടൊന്ന് പുറത്തിറങ്ങി നോക്കാം എന്താണ് നമ്മുടെ സ്ഥിതി എന്നുള്ളത്. അയ്യോ, അമ്മൂനെ കാണാനില്ലല്ലോ. വാ, നമ്മൾ നടക്കുക അങ്ങനെ നോക്കട്ടെ ഇനി എവിടെ എത്തും എന്നുള്ളതേ. ഈ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ റൂമിൽ എത്തും എന്നുള്ളതിൽ ചിലപ്പോൾ മിക്കവാറും മാപ്പ് ഇടേണ്ടി വരും. അപ്പോൾ റൂം കണ്ടുപിടിക്കട്ടെ. കിട്ടി ഗൈസ്, കിട്ടി. നേരെ പോയി റൈറ്റ് അടിച്ച സ്ഥലം എത്തി. ഇത് ഹോട്ടലിന് എൻട്രൻസ് ആട്ടാ, കണ്ട അവിടെ നോക്കി നല്ലതല്ലേ കാണാൻ, അടിപൊളിയാട്ടാ. അമ്മോ എങ്ങനെയുണ്ട് ഫൗണ്ടൈൻ? ഇത് പട്ടായ നൈറ്റ് ബസാറാണത്. ആ കാണുന്നത്, ഈ കാണുന്നത്. നമുക്ക് അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് റൈറ്റ് തിരിഞ്ഞാൽ നമ്മുടെ ഹോട്ടലെത്തി. ഏകദേശം 7 മണി, 7:30 ആകുമ്പോൾ വണ്ടി വരും. നമുക്ക് അകത്തോട്ട് കയറിയിട്ടൊന്ന് എങ്ങനെ അറിയില്ല. അപ്പൊ നമുക്ക് റൂമിലെത്തിയിട്ട് ഒന്ന് ഇതായിട്ട് വേണം, കാരണം ഒന്ന് വേർത്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്കും ഭയങ്കര ഹ്യൂമിഡിറ്റി ആണ് ഇവിടെ, വേർക്കുന്നുണ്ട് നല്ലോണം. നമുക്കൊന്ന് റൂമിലെത്തി ഒന്ന് സെറ്റായിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ. ഇതൊരു ആൽക്കസാർ ഷോ നടക്കുന്നത് ഒരു ഓഡിറ്റോറിയത്തിനകത്തായിരിക്കും, അങ്ങോട്ടേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഓഡിറ്റോറിയത്തിനകത്ത് സാധാരണ ഒരു തിയേറ്റർ പോലെ സീറ്റിംഗ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് നിന്നിട്ടായിരിക്കും നമ്മൾ ആൽക്കസാർ ഷോ കാണാൻ പോകണം. ഏകദേശം 2 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് എന്തായാലും നമുക്ക് പോയിട്ട് നമുക്ക് നോക്കാം. എത്തിപ്പോയി, വേഗം പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ടേ നമുക്ക് ആൽക്കസാർ ഷോയ്ക്ക് പോവാം. ഓക്കെ, ബൈ. അപ്പോൾ ഗായ്സ്, നമ്മൾ ആൽക്കസാർ ഷോയ്ക്ക് പോകാനുള്ള വണ്ടി താഴെ വന്നിട്ടുണ്ട്. നമുക്ക് പോവാം. നമുക്ക് പോയിട്ട് അവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ആള് വെയിറ്റിംഗ് ഉണ്ട് ഗായ്സ്, നമ്മളാളെ ലെറ്റ്സ് ഗോ. ഈ ആൽക്കസാർ ക്യാബറെ ഷോ എന്ന് പറയുന്നത് പട്ടായയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റേജ് ഷോ ആണ്. വളരെ കളർഫുള്ളായ ലൈറ്റ്സും സെറ്റും പിന്നെ അതുപോലെ തന്നെ സ്റ്റൈലിഷ് കോസ്റ്റ്യൂമും കൊണ്ട് ഫുൾ എൻ്റർടൈൻമെൻറ്റ് നൽകുന്ന ഒരു ഷോ ആണിത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മളെ തായ്ലാൻഡിൽ ലേഡി ബോയ്സ് എന്ന് വിളിക്കുന്ന ട്രാൻസ്ജെൻഡർ ആർട്ടിസ്റ്റുകളാണ് പെർഫോം ചെയ്യുന്നത്. അതും വളരെ പ്രൊഫഷണലായിട്ട് വിവിധ രാജ്യങ്ങളിലെ പാട്ടും ഡാൻസ് പെർഫോമൻസും മിക്സ് ചെയ്ത് ചെറിയ ചെറിയ ആക്റ്റായി ഈ ഷോ മുന്നോട്ട് പോകും. ഏകദേശം 1 മണിക്കൂർ സമയമുള്ള ഈ ഷോ ഫാമിലി ആയിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സേഫായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. പട്ടായ പോകുന്നവർക്ക് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഹൈലൈറ്റ് അട്രാക്ഷൻ തന്നെയാണത്. നമ്മൾ എത്തിയില്ലേ? ആൽക്കസാർ ഷോ നടക്കുന്നത് ഈ തിയേറ്ററിനകത്താണ്. ആൽക്കസാർ ഷോ അല്ലേ മേലെ എഴുതി വെച്ചിരിക്കുന്നത്, ആൽക്കസാർ. ഇതാണ് നമ്മൾ പോകാനുള്ള തിയേറ്റർ. ഇതിനകത്തായിരിക്കും നമ്മൾ ആ ഷോ നടക്കുക. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. മോസ്റ്റ് ഓഫ് ദം ആർ ഇന്ത്യൻസ് ഐ തിങ്ക്. എല്ലാവരും നമ്മളെ ആൾക്കാർ തന്നെയാണ്. ഇവര് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് കംപ്ലീറ്റ് ചെയ്യണ ലേഡി ബോയ്സ് ആണെന്നാണ്. പക്ഷെ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഇത് ലേഡിയാണോ ലേഡി ബോയ്സ് ആണോ എന്ന് മനസ്സിലാവും. ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയത് മനസ്സിലാവുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തോ ഒരു കുറ്റം ചെയ്ത ആളുകൾ ഈ തൊണ്ടയ്ക്ക് ലാരിങ്സിൽ നമ്മൾ ഈ ഇത് സർജറി ചെയ്തിട്ട് ഈ ആപ്പിൾ ഉണ്ടല്ലോ, ആഡംസ് ആപ്പിൾ മാറ്റിയിട്ട് ഇതുപോലെ ആക്കും. ബാക്കിയൊക്കെ പിന്നെ സാധാ നമ്മളെ ജെൻഡർ ചേഞ്ച് സർജറി ചെയ്യുന്ന പറഞ്ഞു. എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തി. ഞാൻ കാണിച്ചു തരാം. അടിപൊളി സ്റ്റേ ഇതാണ്. എൻട്രൻസ് ഉണ്ടല്ലേ, അടിപൊളി എൻട്രൻസാ. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ കാണാൻ തോന്നുട്ടോ.
അങ്ങോട്ടിരിക്കാവാ. ഇതാണ് നമ്മളെ ഇതിന്റെ എൻട്രൻസ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാം, നല്ല കളർഫുൾ എൻട്രൻസ്. ഷോയും ഇതേപോലെ കളർഫുൾ ആണ്. നമുക്ക് ടിക്കറ്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ I waiting you. യാ ഔട്ട്സൈഡ്. Yeah. ഓക്കെ വിൽ കം ദേർ. 1 hour. Come back. ഓക്കെ Okay, thank താങ്ക് യു ബൈ ബൈ. ഗൈസ് അങ്ങനെ ടിക്കറ്റ് കിട്ടി. നമ്മൾ അതോടെ കയറാൻ പോവാണേ. ടിക്കറ്റ് എവിടെ? And here is 7. Come. Yeah, what out? Yes. Hello. Two. Sorry. Thank you. Thank you. Guys, ഇതാണ് നമ്മളെ തിയേറ്റർ കേട്ടോ. അടിപൊളി തിയേറ്ററാണ്. നമുക്ക് എവിടെയും പോയിരിക്കാം. നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ട് ഇരിക്കാം. പക്ഷെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമ്പോൾ നമുക്ക് അടിപൊളി സീറ്റാ കിട്ടി കേട്ടോ. ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് തിയേറ്റർ കംപ്ലീറ്റ് കാണാൻ പറ്റിയ സ്ഥലത്ത് തന്നെ ഇരിക്കണം. ഒരു സ്പീക്കർ ഉണ്ടല്ലേ മേലെ കംപ്ലീറ്റ്. ഈ കാണുന്ന കംപ്ലീറ്റ് സ്പീക്കറുകളാട്ടോ. അത് പെട്ടെന്ന് മനസ്സിലാവും. തേനീച്ച കൂടുകൂട്ടി പറയുന്നുണ്ട്. ഷോ കഴിഞ്ഞിട്ട് ആൽക്കസാർ ഷോ വർത്ത് ദ വാച്ചാണ്. കാരണം അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലത്തിന് ശേഷം ഇത്ര കളറൊക്കെ ഞാൻ ഒന്നിച്ച് കാണണം. കണ്ണിനൊക്കെ ഭയങ്കര അടിപൊളി ഫീലിംഗ്. അതേപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ ഷോ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അവരുടെ കംപ്ലീറ്റ് ആളുകൾ എന്താ പറയുക ഞാൻ കാണിച്ചു തരാം. അതായത് 1 hour പോയത് അറിഞ്ഞിട്ടേ ഇല്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ മസ്റ്റ് വാച്ചാണ്. തായ്ലൻഡിൽ വന്നു കഴിഞ്ഞിട്ട് ഇത് കാണാണ്ട് ഒരിക്കലും പോരുത്. ഒരു മണിക്കൂർ ഉണ്ടായിരിക്കും നിങ്ങള് ടിക്കറ്റ്സ് എടുത്തിട്ട് കാണാൻ. ഈ പാക്കേജിലൊക്കെ എടുത്ത് വരുന്നവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എടുത്തിട്ട് കാണാൻ. ഈ കുട്ടികളുടെ പ്രശ്നങ്ങളും മക്കള് കാണുന്ന പ്രശ്നങ്ങളാണ്. ഇത് ക്യാമറ ഷോ ആണ്. പക്ഷെ അങ്ങനെ ക്യാമറ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് വൾഗറായിട്ടുള്ള സംഗതിയുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല കേട്ടോ. അടിപൊളിയാണ്. നല്ല കളർഫുൾ പരിപാടിയാണ്. ഞാൻ കാണിച്ചാൽ കുറച്ച് ആളുകൾ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ പക്ഷെ പൈസ കൊടുക്കണം. അവിടെ നമ്മൾ എടുക്കുന്നില്ല. ഞാൻ വേണമെങ്കിൽ കാണിച്ചില്ല. അത്
അപ്പൊ നമ്മള് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി. അടിപൊളി ഷോ ആയിരുന്നു അല്ലേ? ഇവിടെ വരികയാണെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും മിസ് ചെയ്യരുത്. ഞാനും പറഞ്ഞത് കാരണം നിങ്ങൾ ഇനിയിപ്പോ ടിക്കറ്റ്സ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ടിക്കറ്റ്സ് എടുത്തിട്ട് കാണാം. അടിപൊളി 1 മണിക്കൂർ ഷോ ആണ്. അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, നമുക്കിപ്പോൾ ഇന്നിപ്പോൾ ഡേ 1 തായ്ലൻഡിൽ വന്നിട്ട് ഏറ്റവും വെർത്ത് ദ മണി എന്ന് തോന്നിയൊരു സംഭവം ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? ഭയങ്കരമായിട്ട് ആൽക്കസാർ ഷോ എന്ന് പറയുമ്പോഴേക്കും ക്യാബറ ഡാൻസ് ആണെന്ന് വെച്ചിട്ട് എല്ലാവരും അത് വൾഗറാണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഒരു വൾഗർ പരിപാടി കാര്യങ്ങൾ വൾഗർ ഇൻ ദ സെൻസ് അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിലൊരു വിഷയമായിട്ടുള്ളൂ. പക്ഷെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പ്രോഗ്രാമാണ്. അതെന്തായാലും മിസ് ചെയ്യാണ്ടതിനെ കാണണം. 1 hour പ്രോഗ്രാം സൂപ്പറാണ്, അടിപൊളി. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ ഇതുവരെ വന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തതിൽ മുതലായി എന്നുള്ള തോന്നിയ ഒറ്റ സംഭവമാണ്. ഇതാണ് നമ്മളെ തിയേറ്റർ. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അൽക്കാസാർ. അങ്ങനെ നമ്മൾ കയറിയിട്ടോ, കാറിനകത്ത് തിരിച്ചു കയറി. ഇനിയിപ്പോൾ നേരെ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ് പോകണം. വാക്കിംഗ് സ്ട്രീറ്റിൽ പോയിട്ട് അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ സമയം പോലെ തിരിച്ച് ഗ്രാബ് വിളിച്ചിട്ട് ഇവിടേക്ക് പോകും, റൂമിലേക്ക് പോകും. യെസ്, വാക്കിംഗ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഞാൻ. ആ കാര്യങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ, എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യും ഗൈസ്, എല്ലാം എക്സ്പ്ലോർ ചെയ്യും. വാക്കിംഗ് സ്ട്രീറ്റ് എത്തി ഗൈസ്. ഒരുപാട് ഇന്ത്യക്കാരുടെ ക്ലബുകളുണ്ട് കേട്ടോ. ഉള്ളത് അടിപൊളി ക്ലബ്. അങ്ങനെ ഒരു തേങ്ങയും വെറുതെ വിടരുന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അടിപൊളി. വാക്കിംഗ് സ്ട്രീറ്റില് തേങ്ങയ്ക്ക് 50 ബാത്തുള്ളൂ ഗൈസ്. നമ്മള് ബീച്ചിനായിട്ടുള്ള 60 ബാത്തിനാ വാങ്ങിച്ചത്.
നാട്ടിൽ 40 ഉണ്ടാവുള്ളൂ, 40 റുപ്യയിലേ ഉണ്ടാവുള്ളൂ. അല്ല, ഇവിടുത്തെ 50 ബാത്ത് ചാർജ് 150. ആ യെസ്, ഇവിടുത്തെ 50 ബാത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏകദേശം 150-ന്റെ അടുത്ത് വരും. അതാണ് ഇപ്പോൾ കറന്റ്ലി കിടക്കുന്ന എക്സ്ചേഞ്ച് റേറ്റിൽ നോക്കുമ്പോൾ. പക്ഷേ കൊള്ളാം കേട്ടോ. 150, നമ്മുടെ നാട്ടിൽ 40 കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും ഒരു ഗ്ലാസിന്റെ പകുതി അല്ലെങ്കിൽ ഗ്ലാസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് കുടിച്ചിട്ട് തീരില്ല, അത്രയുണ്ട്. നല്ല ഐസിലിട്ട ഇതായിരിക്കും കേട്ടോ ദയ, നല്ല തണുത്ത വെള്ളമായിരിക്കും, അടിപൊളി സംഭവം. How much for one? 60. ഗൈസ്, നാളെ വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ അവിടെ പുറത്ത് വന്നപ്പോൾ നമ്മളെ അടുത്ത വൈറൽ സാധനം നമ്മളെ ബനാന ചോക്ലേറ്റ് ആ ഒരു ഇതുണ്ടല്ലോ, ഒരു മടക്കി മടക്കി റെഡിയാക്കണേ. അപ്പോൾ ആ സംഗതി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നോക്കാം ബാക്കിയുള്ള കാര്യം. ഈ സാധനം ഞാൻ കഴിച്ചു കേട്ടോ, അടിപൊളി സാധനം, സൂപ്പർ ടേസ്റ്റാണ്. ഇത് മസ്റ്റ് ട്രൈ ഐറ്റം കേട്ടോ. നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് ആയിട്ട് ഇത് കിട്ടും. ഇതാണ് ബനാന ചോക്കോ എന്തോ ഒരു സാധനം പറയും. അങ്ങനെ ഇന്നത്തെ വാക്കിംഗ് സ്ട്രീറ്റും അൽക്കസർ ഷോ എല്ലാം കഴിഞ്ഞ് നമ്മൾ വളരെ ടയേർഡായിട്ടാണ് തിരിച്ച് റൂമിലേക്ക് പോകുന്നത്. ഇനി നാളെ നമ്മൾ പോകാൻ പോകുന്നത് കോറൽ ഐലൻഡിലേക്കാണ്. അപ്പം കോറൽ ഐലൻഡിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. അപ്പം അടുത്ത എപ്പിസോഡിലേക്ക് കാണുന്നവരേക്കും goodbye.